BBC-യുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തി. പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി. കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാകും BBC-യുടെ ഇന്ത്യയിലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ആദായ നികുതി ലംഘനത്തിന്റെ പേരിലുള്ള നടപടിയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. മോദിക്കെതിരായ ഡോക്യുമെന്ററിക്ക് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. അരവിന്ദ് വീണ്ടും ചേരുന്നു. അരവിന്ദ്, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനി BBC-യുടെ ബൈലൈനോട് കൂടിയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവില്ല എന്ന് കരുതണമോ, അതോ ഈ സാങ്കേതികമായി ഇതൊരു പുതിയ ടീമിനെ ഏൽപ്പിക്കുന്നു എന്നാണോ കരുതേണ്ടത്? ഇതിപ്പോ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് BBC എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ BBC പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടി എന്ന വിധമാണ് BBC-യുടെ ഡൽഹിയിലെയും അതുപോലെ തന്നെ മുംബൈയിലെയും ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും തുടർന്ന് നിരവധി നടപടികളടക്കം സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂസ് റൂം അവസാനിപ്പിക്കുന്നുവെന്ന് ഇപ്പോൾ BBC വ്യക്തമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും പുതിയൊരു ടീമിന് തന്നെ ഇപ്പോൾ അവരുടെ വാർത്താ ഈ ന്യൂസ് റൂം പദ്ധതി നൽകുന്നത്. അത് സ്ഥാപിച്ചിരിക്കുന്നത് BBC-യിലെ 4 ജീവനക്കാരാണ്. ഈ BBC ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന 200ഓളം ഉദ്യോഗസ്ഥർ BBC പുതിയ ഇതിലോട്ട് മാറുന്നുണ്ട്. കളക്റ്റീവ് ന്യൂസ് റൂം എന്നാണ് പുതിയ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത്. 26% ഓഹരി അതിൽ നിന്ന് മേടിക്കുവാൻ വേണ്ടി BBC ഇപ്പോൾ സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും BBC വ്യക്തമാക്കുന്നത് തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ലൈസൻസ് മറ്റൊരു കമ്പനിക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും മാധ്യമ പ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് തന്നെയാണ് BBC വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ ഇറങ്ങിയതിന് പിന്നാലെ BBC-ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കേന്ദ്ര സർക്കാർ അടക്കം ഉയർത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ BBC അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തിയിരുന്നു. പ്രധാനമായും ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്നും അല്ലെങ്കിൽ അതിൽ നരേന്ദ്രമോദിക്ക് ഒരു കാരണക്കാരനെന്ന് കൂടിയാണ് അന്ന് ഡോക്യുമെന്ററി അടക്കം പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഡോക്യുമെന്ററി യൂട്യൂബിലടക്കം നിരോധിക്കുകയും ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നതടക്കം കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഉണ്ടാകുന്നത്. എന്നാലും അവരുടെ ന്യൂസ് റൂം പ്രവർത്തനം ഇപ്പോൾ BBC പൂർണ്ണമായും നിർത്തുകയാണ്. ഇനി കളക്റ്റീവ് ന്യൂസ് റൂം എന്ന ഇതിലായിരിക്കും BBC ഇന്ത്യയിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. സൈഫുദ്ദീൻ. ശരി.